ഹായ് നമസ്കാരം. ചോറിൻ്റെയും ചപ്പാത്തിയുടെയും അതുപോലെ പുട്ടിൻ്റെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഗ്രേവിയോട് കൂടിയ ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. ആദ്യം തന്നെ 1 കിലോ ചിക്കൻ നന്നായി കഴുകിയെടുത്ത് അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഒരു 20 മിനിറ്റ് നേരം മാറ്റി വയ്ക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ 3/4 ടീസ്പൂൺ പെരിഞ്ജീരകവും 2 ഉണക്കമുളകും ഇട്ട് കൊടുക്കാം. ഇത് രണ്ടും മൂത്ത് വന്നു കഴിഞ്ഞാൽ 3 മീഡിയം സൈസ് സവാള അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 3 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത്, 3/4 ടീസ്പൂൺ ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. നല്ലതുപോലെ വഴറ്റിയെടുത്ത് കഴിഞ്ഞ ശേഷം തീ കുറച്ച് വെച്ച് ഇതിൽ മസാലകൾ ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 3/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല, കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്ത് ഇതിൻ്റെ എല്ലാം പച്ചമണം മാറുന്നത് വരെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഒട്ടും കരിഞ്ഞു പോകാതെ നോക്കണം. പൊടികളുടെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ നന്നായിട്ടെല്ലാം യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു തക്കാളി ഇതുപോലെ അരിഞ്ഞെടുത്ത് ചേർത്ത് കൊടുക്കാം. തക്കാളി വേവുന്നത് വരെ ഒട്ടും അടുക്കി പിടിക്കാതെ നല്ലതുപോലെ ഇളക്കിക്കൊണ്ടേയിരിക്കാം. തക്കാളിയുടെ പച്ച രുചി മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. തക്കാളി അത്യാവശ്യം വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നേരത്തെ തയ്യാറാക്കി വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് ഇതെല്ലാം വീണ്ടും നന്നായി ഇളക്കി യോജിപ്പിക്കണം. ചിക്കനിൽ മസാല പിടിക്കുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കണം. ചിക്കനിൽ മസാല നല്ലതുപോലെ പിടിച്ചു കഴിഞ്ഞാൽ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ചിക്കൻ വെന്ത് കിട്ടുന്നത് വരെ ഏകദേശം ഒരു 15 മിനിറ്റ് നേരം അടച്ചു വെച്ച് വേവിക്കാം. അടുക്കി പിടിക്കാതിരിക്കാൻ ഇടക്കൊന്ന് അടപ്പ് തുറന്ന് ഇളക്കി കൊടുക്കണം. 15 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ചിക്കൻ പാകത്തിന് വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ചിക്കനിലെ വെള്ളം നല്ലതുപോലെ ഇറങ്ങി വന്നു കഴിഞ്ഞു. ഇനി കുറച്ചുകൂടി ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/2 ഗ്ലാസ് വെള്ളം ചൂടാക്കിയതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് ഇളക്കി കഴിഞ്ഞ് ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞ ശേഷം വീണ്ടും 1 മിനിറ്റ് നേരം അടച്ചു വെച്ച് വേവിക്കാം. ചെറുതീയിൽ വേണം വേവിക്കാനായിട്ട്. ഇപ്പോൾ ഗ്രേവിയിൽ നല്ലതുപോലെ എണ്ണ ഇറങ്ങി വന്ന് തുടങ്ങി. ഇനി വേറെ ഒരു ചെറിയ പാനിൽ എണ്ണ ഒഴിച്ച് കുറച്ച് തേങ്ങാക്കൊത്തിട്ട് മൂപ്പിച്ചെടുത്ത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഗ്രേവി ആവശ്യത്തിന് തിക്കായി മാറിക്കഴിഞ്ഞു. അവസാനമായി കുറച്ച് മല്ലിയില ചെറുതായി അരിഞ്ഞെടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത ശേഷം തീ ഓഫ് ചെയ്യാം. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി റെഡിയായി കഴിഞ്ഞു. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം പറയണേ. താങ്ക് യു ഫോർ വാച്ചിങ്.